ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കട്ടെ. അപ്പോൾ ഒരു ഹാഫ് KG പാക്കറ്റാണിത് പാസ്തൻ്റെ. അപ്പോൾ അതിൻ്റെ പിരിഞ്ഞ ഡിസൈൻ ഉണ്ടല്ലോ ആ ടൈപ്പ് ആണ്. അത് പല ഇതിലും കിട്ടും, മോഡലിലും കിട്ടും. അത് പിരിഞ്ഞതും കോയൽ രൂപത്തിലുള്ളതും നീണ്ട ടൈപ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ പിരിഞ്ഞ ഡിസൈനുള്ളതാണ്. അപ്പോൾ നമുക്കിത് എന്താ നല്ല തിളച്ച വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തത്, ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അരക്കഷ്ണം ഉള്ളി വലിയ പീസാക്കി കട്ട് ചെയ്തത് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക. ഒരുപാട് സമയം വാട്ടേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞതാണിത്. ഓക്കെ, അത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. കുരുമുളക് എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്ത ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. മസാലയ്ക്ക് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ള കെച്ചപ്പാണ്. 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണിത്, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചെടുക്കണം. പാൽ എത്രത്തോളം ഒഴിക്കണം അതിനനുസരിച്ച് ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. കുറച്ച് ഒഴിക്കണമെങ്കിൽ വളരെ തിക്കായിട്ടേ വരുള്ളൂ. കുറച്ച് കൂടുതൽ ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്രേവി ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഒരു 1.5 കപ്പ്, ഏകദേശം 1.5 കപ്പ് പാലോടെ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചീസാണ് ഇതിട്ട് കൊടുക്കുന്നത്. ചീസ് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്താൽ രസമാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, അതിലേക്ക് പച്ചക്കറി എന്തെങ്കിലും ആവശ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉള്ളവർ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ അത്രയും നന്നതാണ്, കൂടുതൽ ഭംഗി കാണാനും കഴിക്കാനൊക്കെ രസം ക്യാപ്സിക്കാണ്. അതേപോലെ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു വിളമ്പുന്ന സമയത്ത് കാണാനൊരു രസമാണ്. അപ്പോൾ കുട്ടികളായാലും അതൊക്കെ എടുത്തൊന്ന് കഴിച്ചോളും. നമ്മൾ ഊറ്റി വെച്ച പാസ്ത ഉണ്ടല്ലോ, അത് കുറേ നേരം ഊറ്റി വെച്ചിട്ട് അതുകൊണ്ടാണ് കട്ട പിടിച്ചിട്ടുണ്ട്. ചൂട് കൊടുക്കാനൊക്കെ ഇടുമ്പോഴാകുമ്പോൾ ഒക്കെ വേറിട്ട് നിൽക്കും. അതേതായാലും കുഴപ്പമില്ല. അത് ഏതായാലും ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. അത്രയും പണിയുള്ളൂ കേട്ടോ. കുറച്ച് സിമ്പിൾ പരിപാടിയാണ്, പെട്ടെന്ന് റെഡിയാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് നല്ല ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഈ വൈകുന്നേരം സ്നാക്സ് ഇതൊക്കെ ആയിട്ട് സ്നാക്സിന് പകരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല റേറ്റാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, താങ്ക് യു.